ആറളം ഗ്രാമപഞ്ചായത്തിലെ UDF ഭരണസമിതിയുടെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 2 ചൊവ്വാഴ്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആറളം ഗ്രാമപഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തുമെന്ന് LDF ആറളം പഞ്ചായത്ത് കമ്മിറ്റി ഇരിട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 6 മാസക്കാലമായി UDFിൻ്റെ ഭരണസമിതി പഞ്ചായത്ത് രാജ് ചട്ടവിരുദ്ധമായും അതുപോലെ തന്നെ സർക്കാർ ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടാണ് പല തീരുമാനങ്ങളും എടുത്ത് നടപ്പാക്കിയിട്ടുള്ളത്. മാലിന്യ സംസ്കരണം പാടെ അട്ടിമറിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കരാർ തൊഴിലാളികളെ ഒരു മാനദണ്ഡവും പാലിക്കാതെ അവരെ പിരിച്ചുവിട്ടിരിക്കുന്നു. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഒക്കെ നോക്കുകുത്തിയാക്കുകയാണ്. കുടുംബശ്രീ എന്ന് പറഞ്ഞ സംവിധാനത്തെ തന്നെ അവർ ഇല്ലാണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ കുടുംബശ്രീക്ക് ചില കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഘടകസ്ഥാപനങ്ങളിലെ ഉദ്യോഗാർത്ഥികളെ, അവിടുത്തെ ജീവനക്കാരെ, പ്രത്യേകിച്ച് ക്യാഷ്വൽ പാർട്ട് ടൈം ജീവനക്കാരെയൊക്കെ നൽകുന്നത് കുടുംബശ്രീയാണ്. എന്നാൽ അതിനൊക്കെ മറികടന്നുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ ഇഷ്ടക്കാരെ, പ്രത്യേകിച്ച് കടുത്ത രാഷ്ട്രീയം നോക്കി അവരുടെ ഇഷ്ടക്കാരെ നിയമിക്കുന്ന ഒരു കാര്യമാണ് ഉള്ളത്. അതുപോലെ ഹരിതകർമ്മസേനയെ നിയമിക്കുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാർഡ് മെമ്പർമാർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഇഷ്ടക്കാരെ നിയമിക്കുന്നു, കുടുംബശ്രീയൊക്കെ നോക്കുകുത്തിയൊക്കെ ആക്കുകയാണ്. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് കഴിഞ്ഞ 5 മാസം കൊണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രധാനപ്പെട്ട പദ്ധതികളൊന്നും അവർ നടപ്പാക്കില്ലെന്ന് മാത്രമല്ല ഏതാണ്ട് 2.5 കോടി രൂപ അധികം രൂപ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്, ലാപ്സാക്കി കളഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ കഴിഞ്ഞ LDFിൻ്റെ 5 വർഷത്തെ ഭരണം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചതാണ്. അതിനെയെല്ലാം തകർക്കുന്ന രീതിയിലേക്ക് 5 മാസം കൊണ്ട് ഈ UDFിൻ്റെ ഭരണസമിതിക്ക് ആയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊരു ജനകീയ പ്രതിഷേധം ആറളം പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും ഉയർന്നു വന്നിരിക്കുകയാണ്. അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 തീയതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 6 മാസത്തെ UDFിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ സ്വജനപക്ഷപാതപരമായും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് രാജ് ചട്ടം ലംഘനം നടത്തിക്കൊണ്ടാണ് അവിടെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. UDF അധികാരത്തിൽ വന്ന ഉടൻ തന്നെ താൽക്കാലിക ജീവനക്കാരെ, നേരത്തെ ഉണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരെ അവരെ പിരിച്ചുവിടുന്ന സ്ഥിതി ഉണ്ടായി. അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യം അവർക്ക് കൊടുത്തില്ല. അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു ഈ ഭരണസമിതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് മാലിന്യ സംസ്കരണ സംവിധാനം ആകെ അട്ടിമറിക്കുന്ന നിലയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. 2025-26 സാമ്പത്തിക വർഷം 2.5 കോടി രൂപയുടെ പണമാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വലിയൊരു പ്രതിഷേധം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത്, ആ നിയമനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളെ നിശ്ചയിച്ച് കൊടുക്കേണ്ടത് കുടുംബശ്രീ, അയൽക്കൂട്ടം അതിലുള്ള അംഗങ്ങളെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് CDS മുഖാന്തരമാണ് ഈ ഉദ്യോഗാർത്ഥികളെ നിയമനം നടത്താനുള്ള വകുപ്പ് അധികാർക്ക് കൊടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ അത് സ്വീകാര്യമല്ല. ഇവർക്ക് സ്വന്തം ഇഷ്ടക്കാരെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിൻ്റെയും സ്വന്തം ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന നിലയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. കുടുംബശ്രീയെ നോക്കുകുത്തിയാക്കുക, അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയെ നോക്കുകുത്തിയാക്കുക.